ഇന്നലെ അകത്ത് ചർച്ച, പുറത്ത് ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. 2 ഗ്രൂപ്പായിട്ട് ആളുകൾ ഇരിക്കുന്നു. വളരെ ഉദ്വേഗജനകമായിരുന്നു. ഷിബു ബേബി ജോണിനെ അനുകൂലിക്കുന്നവർ, അതായത് അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലുള്ളവർ, NK പ്രേമചന്ദ്രൻ്റെയും ഔദ്യോഗിക വിഭാഗത്തിലുള്ളവർ 2ആയി തന്നെ ഇരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. സ്വാഭാവികമായിട്ട് ഇന്നലെ വലിയ പൊട്ടിത്തെറിയും അഗ്നി സ്ഫോടനമൊക്കെ ഉണ്ടാകാമായിരുന്ന ഒരു കാര്യം. എങ്ങനെയോ അത് AICCൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആ ബലൂൺ പൊട്ടി പോയി, അല്ലെങ്കിൽ അത് വേറൊരു തരത്തിലേക്ക് പൊട്ടുമായിരുന്നു. കാറ്റ് കെട്ടഴിച്ച് വിട്ട് കാറ്റ് പോയി, ബലൂൺ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. പറഞ്ഞു വരുന്നത് ഇരവിപുരം സീറ്റ് RSPക്കുള്ളതാണ്. ഇരവിപുരം സീറ്റ് RSPക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആകപ്പാടെ 250 ആളുകളാണ് RSPക്കുള്ളത്. അല്ലാതെ RSPക്ക് RYFനോട് വലിയ പങ്കാളിത്തമൊന്നുമില്ല. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കെയർ ഓഫിലാണ് അവിടെ ഇരവിപുരം ഓടുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് നൗഷാദാണ്. അദ്ദേഹം വളരെ ഫേമസ് ആണ്, പ്രസിദ്ധനാണ്, ജനകീയനാണ്, ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട MLA ആണ്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട MLA ആണ്. അദ്ദേഹത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആര് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടന്നു. അവസാനം തർക്കത്തിൽ അവിടെ ഒരു സമവായ സ്ഥാനാർത്ഥി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥി അതായത് NK പ്രേമചന്ദ്രൻ വിഭാഗം ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു, കാർത്തിക്. NK പ്രേമചന്ദ്രൻ്റെ മകൻ്റെ പേര് പറഞ്ഞു. അതേസമയം ഷിബു ബേബി വിഭാഗം മറ്റൊരു പേര് പറഞ്ഞു. അത് തമ്മിൽ വലിയ തർക്കം നടന്നു. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയി. ഷിബു ബേബി ജോൺ ഇറങ്ങിപ്പോകുന്ന നിധിയിലേക്ക് വന്നു. ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വേറൊരു RSP കൂടി ഉണ്ടാകുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഷിബു ബേബി ജോണിൻ്റെ RSP അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ വന്നിരുന്നെങ്കിൽ UDFന് വലിയ അടി. അതുകൊണ്ട് തന്നെ സതീശൻ വിളിക്കുന്നു, സണ്ണി ജോസഫ് വിളിക്കുന്നു, മുരളീധരൻ വിളിക്കുന്നു, സകലവും തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് എന്തായാലും വളരെ വലിയ കൊടുങ്കാറ്റ് വന്ന ഒരു കാര്യം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടടങ്ങി. അവസാനം അവർ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ഇനിയാണ് ട്വിസ്റ്റ്. NK പ്രേമചന്ദ്രൻ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും മകനുമൊക്കെ കാർത്തിക്കിനും ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം വിശാലമായി പ്രതിപക്ഷത്തായിരുന്നു. ഈ 10 വർഷവും വേണ്ട 5 വർഷമെങ്കിലും പുറത്ത് വന്ന് നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു കൾച്ചറൽ ഓർഗനൈസേഷനെങ്കിലും RSPയുടെ പേരിലുണ്ടാക്കി, അതിൻ്റെ പേരിലെങ്കിലും 4ഇടത്തൊക്കെ പോയി 4 വോട്ടൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ ഒന്ന് ഇറങ്ങി 10 പ്രസംഗമൊക്കെ നടത്തി 10 ആൾക്കൂട്ടവും കൂട്ടായ്മയിലൊക്കെ പങ്കെടുത്തിരുന്നെങ്കിൽ നേതാവാകുമായിരുന്നു. അങ്ങനെയാണല്ലോ നേതാക്കളെ സൃഷ്ടിക്കുന്നത്. ഷിബു ബേബി ജോൺ ജീവിച്ചിരിക്കുമ്പോഴല്ല ബേബി ജോൺ ജീവിച്ചിരിക്കുമ്പോഴല്ല ഷിബു ബേബി ജോൺ വരുന്നത്, അതിൻ്റെ കാലശേഷമാണ്. ബാബു ദിവാകരൻ വരുന്നത്. ബാബു എന്നായിരുന്നില്ല പേര്, പ്രസന്നനോ മറ്റോ ആയിരുന്നു ആ പേര് ഗസറ്റിൽ കൊടുത്ത് ബാബു ദിവാരൻ എന്നാക്കി. TK ദിവാരൻ്റെ കാലശേഷമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കരുണാകരൻ്റെ കാലശേഷമാണ് മുരളീധരന് വലിയ സാധ്യതകളൊക്കെ വന്ന് വലിയ നേതാവായത്. അതിനുമുമ്പ് ഉണ്ടായിരുന്നെങ്കിലും പത്മജ എല്ലാവരും സീനിയറായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴല്ല അവർ കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്നത്, മരിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ എന്തായാലും മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്, അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറക്കണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറക്കി പണിയണമായിരുന്നു. ഇനിയിപ്പോൾ സംഭവിക്കുന്നത്, പലരും ആഗ്രഹിച്ചിരുന്നത് ഷിബു ബേബി ജോൺ ചവറയിൽ ഡോക്ടർ സുജിത്തിനോട് തോൽക്കുകയും NK പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് തിരുവനന്തപുരത്ത് ജയിക്കുകയും ചെയ്താൽ UDF വന്നാൽ കാർത്തിക് ആയിരിക്കും മന്ത്രി. ഇതായിരുന്നു ഇക്വേഷൻ. അത് പൊളിഞ്ഞുപോയി. ഇനിയിപ്പോൾ ഷിബു ബേബി ജോൺ തോറ്റാൽ NK പ്രേമചന്ദ്രന് പണി കിട്ടും. MK പ്രേമചന്ദ്രൻ അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയാലും തോൽപ്പിക്കാൻ പോയെന്നുള്ള പണി കിട്ടും. പോയില്ലെങ്കിലും പോകാതെ തോൽപ്പിച്ചു എന്നുള്ള പണി കിട്ടും. എന്തായാലും ഷിബു ബേബി ജോൺ ജയിക്കേണ്ടത് NK പ്രേമചന്ദ്രന് അത്യാവശ്യമാണ്. അതുപോലെ ഇരവിപുരത്തെ ജയവും NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ കരിയറിൽ വളരെ നിർണായകമാണ്.